ഓം ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും A1 അസ്ട്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം 27 നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ. ഈ വിഷയമാണ് ഇന്നിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഇംഗ്ലീഷ് വർഷം 2025 ജൂലൈ മാസം 13-ാം തീയതി, മലയാള വർഷം 1200-ാം ആണ്ട് മിഥുനമാസം 29-ാം തീയതി, ഞായറാഴ്ച ദിവസത്തെ ഫലമാണ് ഇന്നിവിടെ പരാമർശിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ചിലത് ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രഹചാര ഫലം കൂടി ഉൾപ്പെടുത്തുന്നത് കൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാണ്. ഇന്നത്തെ പിറന്നാൾ നക്ഷത്രം അവിട്ടമാണ്. ഇന്നത്തെ പിതൃ ശ്രാദ്ധ തിഥി തൃതീയയാണ്. ഇന്നത്തെ ശുഭമുഹൂർത്ത വേളകൾ പരിശോധിക്കാം. ഇന്നത്തെ അമൃതകാല സമയം രാത്രി 8:25 PM മുതൽ 10 PM വരെയാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയം ഉച്ചയ്ക്ക് 12:04 മുതൽ 12:54 PM വരെയാണ്. ഇന്നത്തെ വ്യാഴകാല സമയം ഉച്ചയ്ക്ക് 12:29 മുതൽ 2 PM വരെയാണ്. ഇന്നത്തെ ഗുളികകാല സമയം വൈകിട്ട് 3:36 PM മുതൽ 5:10 PM വരെയാണ്. ഇന്നത്തെ അശുഭ മുഹൂർത്ത വേളകൾ പരിശോധിക്കാം. ഇന്ന് രാഹുകാലം തുടങ്ങുന്നത് വൈകിട്ട് 5:10 മുതൽ 6:43 PM വരെയാണ്. ഇന്ന് 2 ദുർമുഹൂർത്ത വേളകളുണ്ട്. ഒന്നാമത്തേത് രാവിലെ 10:52 AM മുതൽ ഉച്ചയ്ക്ക് 12:05 PM വരെയാണ്. രണ്ടാമത്തെ ദുർമുഹൂർത്ത സമയം വൈകിട്ട് 5:04 PM മുതൽ 5:53 PM വരെയാണ്. ഗ്രഹചാര ഫലം കൂടി പരിശോധിക്കാം. ഇപ്പോഴത്തെ ദശാഫലവും കാലചക്ര നക്ഷത്രാധിപന്റെ ഫലവും കാലചക്ര രാശിഫലവും കൂടി ചേർത്താൽ മാത്രമേ സമ്പൂർണ്ണ ഫലം നമുക്ക് ഓരോരുത്തരുടെയും ദശ ഏതെന്ന് അവരവരുടെ ജാതകം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ഇപ്പോൾ ആദ്യം കാലചക്ര നക്ഷത്രാധിപന്റെ ഫലം പറയാം. ഇത് 3 നാളുകാർക്ക് ഒരു നക്ഷത്രാധിപൻ എന്ന കണക്കിലാണ് പറഞ്ഞു തുടങ്ങുന്നത്. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ 3 നാളുകാരുടെയും നക്ഷത്രാധിപൻ സൂര്യനാണ്. ഈ സൂര്യൻ ഇപ്പോൾ മിഥുനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും. അടുത്തത് രോഹിണി, അത്തം, തിരുവോണം ഈ 3 നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. കാലചക്രത്തിന്റെ 4-ാം ഭാവാധിപനായ ചന്ദ്രൻ 10-ൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വാഹന നേട്ടം, കാര്യസാധ്യം, പുതിയ പ്രവൃത്തി, മാതാവിന് നേട്ടം, ഭവനം പുതുക്കിപ്പണിയുക, ബന്ധുജന സമാഗമം, സുഖം എന്നീ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. 1-ാം ഭാവാധിപത്യവും വഹിച്ചു നിൽക്കുന്ന ചൊവ്വ 5-ൽ ആണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 8-ാം ഭാവാധിപൻ കൂടിയായ ചൊവ്വ 5-ൽ സ്ഥിതി ചെയ്യുന്നു. ഈ ചൊവ്വയ്ക്ക് സൂര്യനും ചന്ദ്രനും ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഈ 2 ക്ഷേത്രങ്ങൾ ഉള്ളതിനാൽ മേടം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും ആധിപത്യം ചൊവ്വയ്ക്ക് ഉള്ളതിനാൽ ആ ഭാവാധിപത്യം രണ്ടും വഹിക്കുന്ന ചൊവ്വ 5-ലാണ്, ചിങ്ങ രാശിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ആയതുകൊണ്ട് കലഹം, ശരീര സുഖക്കുറവ്, ദുർവ്യവഹാരം, നഷ്ടം, രാജകോപം, ബുദ്ധിഹീനത തുടങ്ങിയ ദോഷഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് തിരുവാതിര, ചോതി, ചതയം
എന്നീ 3 നക്ഷത്രക്കാരുടെയും നക്ഷത്രാധിപൻ രാഹുവാണ്. കാലചക്രത്തിന്റെ 11ാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് യാത്രാസുഖം, വംശവർദ്ധനവ്, ലാഭം, മൃഷ്ടാന്നം, പ്രവൃത്തിയിൽ നേട്ടം എന്നീ വക ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ അധിപൻ വ്യാഴമാണ്. അത് 9ാം ഭാവാധിപത്യവും കാലചക്രത്തിന്റെ 9ാം ഭാവാധിപത്യവും 12ാം ഭാവാധിപത്യവും വഹിച്ച് 7ൽ സ്ഥിതി ചെയ്യുന്നു. ഭാഗ്യവർദ്ധനവ്, ഈശ്വരാനുകൂല്യം, അധിക ചിലവ്, പുണ്യപ്രവൃത്തി, മംഗളകാര്യങ്ങൾ ചെയ്യാൻ ഇടവരിക എന്നീ ഫലങ്ങൾ ഈ 3 നക്ഷത്രക്കാർക്കും ലഭിക്കുന്നു. അടുത്തത് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപൻ ശനിയാണ്. ഈ ശനിക്ക് കാലചക്രത്തിന്റെ 10ാം രാശിയുടെയും 11ാം രാശിയുടെയും ആധിപത്യം ഉള്ളതിനാൽ കാലചക്രത്തിന്റെ 12ൽ സ്ഥിതി ചെയ്യുന്നത് മൂലം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ സാമ്പത്തിക നഷ്ടം, അപമാനം, സമയത്ത് ആഹാരം കിട്ടായിക, കാര്യവിഘ്നം, പ്രവൃത്തി സ്ഥാനത്ത് പരാജയം, അലച്ചിൽ തുടങ്ങിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് കേട്ട, ആയില്യം, രേവതി എന്നീ നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ബുധനാണ്. ബുധന് കാലചക്ര രാശിയുടെയും 3ാം രാശിയുടെയും 6ാം രാശിയുടെയും ഭാവാധിപത്യമാണ് ഉള്ളത്. ആ 3ന്റെയും 6ന്റെയും ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ബുധൻ 4ൽ സ്ഥിതി ചെയ്യുകയാണ്. മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സംഭാഷണങ്ങൾ പലരിൽ നിന്നും കേൾക്കാനിടവരിക, സുഹൃത്തുക്കൾ ശത്രുക്കളാവുക, എല്ലാ കാര്യത്തിലും മന്ദത, ബുദ്ധിമാന്ദ്യം തുടങ്ങിയ അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ്. അടുത്തത് മകം, മൂലം, അശ്വതി എന്നീ നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ കേതുവാണ്. കേതു 5ൽ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ്. എല്ലാവരെയും ഭരിക്കുക, വരുതിയിലാക്കാൻ ശ്രമിക്കുക, വാക്കേറ്റം, ഉത്കണ്ഠ, ഭരണനേട്ടം, ഉദരരോഗം എന്നീ ഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതാണ്. അടുത്തത് പൂരം, പൂരാടം, ഭരണി എന്നീ നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. കാലചക്രത്തിന്റെ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും ആയ ശുക്രൻ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മഹാലക്ഷ്മി യോഗം ഇവർക്ക് അനുഭവിക്കാൻ ഇടവരുന്നതാണ്. വലിയ സാമ്പത്തിക പുരോഗതി, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, സർവത്ര ഭാഗ്യാനുഭവങ്ങൾ, കളത്രസുഖം, ഭക്ഷണസുഖം, വാഹനസുഖം, രോഗശമനം തുടങ്ങിയ എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് കാലചക്ര രാശിഫലം തുടങ്ങുകയാണ്. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഇവരുടെ രാശ്യാധിപൻ 5ൽ സ്ഥിതി ചെയ്യുക മൂലം രോഗപീഠ, പുത്രക്ലേശം, ഫലം. 2ൽ ശുക്രൻ സാമ്പത്തിക നേട്ടം, പുതുവസ്ത്രം, മാന്യത, കുടുംബസന്തോഷം എന്നിവ നൽകുന്നു. 3ൽ ആദിത്യൻ ശത്രുവിനാശം, ആരോഗ്യം. 3ൽ വ്യാഴം പ്രവൃത്തിദോഷം, സ്ഥാനമാറ്റം. 4ൽ ബുധൻ ധനലാഭം, സഹപ്രവർത്തകരിൽ നിന്ന് അനിഷ്ട സംഭാഷണങ്ങൾ ഇത്യാദി ഫലങ്ങളും. 5ൽ ചൊവ്വയും കേതുവും നിൽക്കുക മൂലം ശത്രുഭയം, രോഗപീഠ, ആപത്ത് എന്നീ ഫലവും. 10ൽ ചന്ദ്രൻ നിൽക്കയാൽ സുഖവും സ്ഥാനമാനവും. 11ൽ രാഹു നിൽക്കയാൽ വലിയ പ്രതാപവും
ധന ധാന്യ നേട്ടവും ഉണ്ടാകും. 12 ശനി ഏഴാണ്ട ശനി ആയി ഭവിച്ചതിനാൽ ദുർച്ചെലവ്, ദുഃഖഫലം. ഇതിനെ മേടം രാശിക്കാർക്ക് ഈ ദോഷഫലങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലം കുറവായിട്ട് ഉള്ളവർക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളാണ് ഇനി പറയുന്നത്. ശനി ബലഹീനനായി ജാതകത്തിൽ കണ്ടാൽ ശനീശ്വര പൂജ, കേതു ബലഹീനനായി കണ്ടാൽ ഗണപതി ഹോമം, ചൊവ്വ ബലഹീനനായി കണ്ടാൽ പഞ്ചാമൃതം, വ്യാഴം ബലഹീനനായാൽ തുളസിമാല, പാൽപ്പായസം എന്നിവ നൽകിയാൽ മേടം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരായ കാർത്തികയുടെ അവസാന മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. ഇവരുടെ ഈ ഇടവൻ രാശിയുടെ രാശ്യാധിപൻ സ്വക്ഷേത്രത്തിൽ നിൽക്കിയാൽ ഇടവൻ രാശിക്കാർക്ക് മഹാലക്ഷ്മി യോഗം അനുഭവിക്കാൻ ഇടവരുന്നുണ്ട്. വലിയ സാമ്പത്തിക നേട്ടം, നവീന വസ്ത്രാഭരണ നേട്ടം, ശയനസുഖം, ഭാര്യാസുഖം, ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം, എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് ശുക്രൻ നൽകുന്നതാണ്. 2 വ്യാഴം സ്ഥിതി മൂലം അധിക ധനനേട്ടം, ശത്രുക്കൾക്ക് നാശം, വാക്കിന് നിപുണത, ഇഷ്ട കാര്യങ്ങൾ നടപ്പിൽ വരിക. 3 ബുധൻ നിൽക്കിയാൽ ചെറിയ വാക്കുതർക്കം, സഹോദരങ്ങൾ തമ്മിൽ കലഹം എന്നീ ദുഷ്ഫലവും. 4 കുജൻ, കേതു എന്നിവർ നിൽക്കുന്നത് മൂലം ഉദരരോഗം, മുറിവ്, വീട്ടിൽ ആർക്കെങ്കിലും ആപത്ത്. 9 ചന്ദ്രൻ നിൽക്കിയാൽ ഉദരരോഗം. 10 രാഹു സ്ഥിതി ചെയ്യുന്നത് മൂലം പ്രവൃത്തി സ്ഥാനത്ത് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. 11 ശനി നിൽക്കിയാൽ ധനധാന്യ ലാഭം, പ്രതാപശക്തി. ഇടവൻ രാശിക്കാരായ ആൾക്കാരിൽ ഗ്രഹങ്ങൾക്ക് ബലഹീനരായ ദോഷഫലങ്ങൾ തരുന്ന ഗ്രഹങ്ങൾക്ക് ബലമില്ലാതെ വന്നാൽ അത്തരക്കാർ ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപ്പായസം, ഗണപതി ഹോമം, സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം, ദുർഗാപൂജ എന്നിവ ചെയ്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത്. മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ കർക്കിടകത്തിൽ നിൽക്കിയാൽ അനേക പ്രകാരം ധനസമൃദ്ധിയും വാക്കിന് നിപുണതയും ഫലം. 1-ാം രാശിയിൽ മിഥുനത്തിൽ ആദിത്യൻ നിൽക്കിയാൽ ആയാസം, വിഭവ നാശം. വ്യാഴം നിൽക്കിയാൽ ക്ലേശം, സ്ഥാനഭ്രംശം, അധിക ചെലവ്, കലഹം ഇത്യാദി ഫലവും. 3 ചൊവ്വയും കേതുവും നിൽക്കിയാൽ ധനലാഭവും, ഈശ്വരപ്രസാദവും, ശത്രുനാശവും, എല്ലാ കാര്യങ്ങളിലും നിപുണതയും ലഭിക്കും. അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കിയാൽ സർപ്പഭയവും, മനോദുഃഖവും, കലഹവും ഉണ്ടാകും. 9 രാഹു നിൽക്കിയാൽ ശത്രുവർദ്ധന, ബന്ധനം, കർമ്മനാശം എന്നീ ഫലവും. 10 കണ്ടകശനിയായ ശനി നിൽക്കിയാൽ ഹൃദ്രോഗം, ധനനാശം, വിദ്യ, കീർത്തി എന്നിവയ്ക്ക് നാശം സംഭവിക്കും. 12 ശുക്രൻ നിൽക്കിയാൽ അർത്ഥവും വസ്ത്രാഭരണ ലാഭവും ലഭിക്കും. മിഥുനം രാശിക്കാരിൽ ദോഷഫലങ്ങൾ തരുന്ന ഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ ബലമില്ലാതെ കണ്ടാൽ ശനീശ്വരന് നീലാഞ്ജനം, എള്ളുപായസം, ശിവക്ഷേത്രത്തിൽ കൂവളമാല,
ദുർഗാ പൂജ, മഹാവിഷ്ണുവിന് ധന്വന്തര പൂജ, നാഗദേവതയ്ക്ക് നാഗരുട്ട് എന്നിവ ചെയ്താൽ മിഥുനം രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് കർക്കിടക രാശിയാണ്. പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്നതാണ് കർക്കിടക രാശി. കർക്കിടക രാശ്യാധിപൻ ആയ ചന്ദ്രൻ 7 നിൽക്കിയാൽ ശയനസുഖവും ധനവും ബഹുമാനവും പ്രഭുത്വവും ലഭിക്കുന്നതാണ്. അത് 2 കുജനും കേതുവും നിൽക്കിയാൽ കോപം, അഗ്നിഭയം, ശത്രുപീഡ, ജനവിരോധം എന്നീ ഫലവും 8 രാഹു സ്ഥിതി ചെയ്യുകയാൽ സ്വജനവിരോധം, രോഗം, പലവിധ ദുഃഖം, തടസ്സം എന്നീ ഫലവും 9 ശനി നിൽക്കിയാൽ ശത്രുവർദ്ധന, ഭാഗ്യതടസ്സം, കർമ്മവിഘ്നം എന്നീ ഫലവും 11 ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് അധിക സമ്പത്ത്, വസ്ത്രാഭരണ നേട്ടം, 12 രവിയും വ്യാഴവും നിൽക്കിയാൽ ദ്രവ്യനാശം, സ്ഥാനഭ്രംശം എന്നീ ദോഷഫലവും. കർക്കിടകം രാശിക്കാരിൽ ദോഷഫലങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലംഹീനരായി കണ്ടാൽ ഗണപതിക്ക് കർഗമാല, മുരുകന് പഞ്ചാമൃതം, നാഗദേവതയ്ക്ക് നൂറുംപാലും, ശനീശ്വരന് നെയ്വിളക്ക്, ശിവന് മൃത്യുഞ്ജയ പൂജ, മഹാവിഷ്ണുവിന് മുഖക്കാപ്പ് വിളക്ക് എന്നിവ ചെയ്താൽ കർക്കിടക രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ ചിങ്ങൻ രാശിയിൽപ്പെടുന്നവരാണ്. ചിങ്ങൻ രാശിയുടെ അധിപൻ 11 നിൽക്കിയാൽ സ്ഥാനലബ്ധി, വിഭവ ലാഭം, വ്യാപാര ലാഭം, എല്ലാ രീതിയിലും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ചിങ്ങം രാശിയിൽ ചൊവ്വയും കേതുവും നിൽക്കിയാൽ രോഗം, ശത്രുപീഡ, 6 ചന്ദ്രൻ നിൽക്കിയാൽ ശത്രുക്കളിൽ നിന്ന് നേട്ടം, 7 രാഹു നിൽക്കിയാൽ അലച്ചിൽ, കുടുംബ കലഹം, 8 ശനി നിൽക്കിയാൽ എല്ലാ കാര്യങ്ങളിലും ദീനത, വിരഹം, പലവിധ ദുഃഖം, ബന്ധനം, ഫലം. ചിങ്ങൻ രാശിക്കാരുടെ 10 ശുക്രൻ നിൽക്കിയാൽ കലഹവും അപമാനവും സ്ത്രീകൾ മൂലം ഉണ്ടാകുന്നതാണ്. 11 ആദിത്യനും വ്യാഴവും സ്ഥിതി ചെയ്യുക മൂലം സർവ ഐശ്വര്യവും ധനസമൃദ്ധിയും പ്രതാപവും ഉപഹാരങ്ങൾ പലരിൽ നിന്നും ലഭിക്കാനിടവരിക, അഭീഷ്ടലാഭം എന്നീ സൽഫലങ്ങൾ ലഭിക്കുന്നതാണ്. 12 ബുധൻ രോഗം, ദുരിതം എന്നിവയും കൊടുക്കുന്നതാണ്. ചിങ്ങം രാശിക്കാരിൽ ദോഷഫലങ്ങൾ തരുന്ന ഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ ബലമില്ലാതെ കണ്ടാൽ കൃഷ്ണന് തുളസിമാല, വെണ്ണ, മഹാലക്ഷ്മി ദേവിക്ക് ലക്ഷ്മി പൂജ, ശനീശ്വരന് നെയ്വിളക്ക്, നാഗദേവതയ്ക്ക് നാഗപൂജ, ഗണപതി ഹോമം, മുരുകന് പഞ്ചാമൃതം എന്നിവ നടത്തിയാൽ ചിങ്ങം രാശിക്കാരുടെ ദോഷഫലങ്ങൾ അകന്നു പോകുന്നതാണ്. അടുത്തത് കന്നി രാശിയാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേരുന്നതാണ് കന്നിരാശി. കന്നി രാശിയുടെ രാശ്യാധിപൻ 11 നിൽക്കിയാൽ കളത്രസുഖം, സർവവിജയം, സന്തോഷം എന്നീ ഫലവും, 5 ചന്ദ്രൻ നിൽക്കിയാൽ പ്രവൃത്തി തടസ്സം, 6 രാഹു ശത്രുഹാനി, ആരോഗ്യം, കാര്യ പുരോഗതി, അർത്ഥലാഭം എന്നിവയും, 7 കണ്ടക ഭാഗത്തിൽ ശനി നിൽക്കിയാൽ കണ്ടകശനി നിൽക്കുന്നത് മൂലം ദൂർസ്ത്രീ സംസർഗം, ദൂരദേശഗമനം, യാത്ര, അലച്ചിൽ എന്നിവയും,
9 ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിൽക്കിയാൽ മഹാലക്ഷ്മി കടാക്ഷം മൂലം എല്ലാവിധ സൗഭാഗ്യവും ധനവും സന്തോഷം സർവ ഐശ്വര്യവും ഇവർക്ക് ലഭിക്കുന്നതാണ്. 10 രവിയും ഗുരുവും സകല കാര്യങ്ങളിലും വിജയം പ്രദാനം ചെയ്യുന്നതാണ്. 11 ബുധൻ നിൽക്കിയാൽ സർവ്വവിധത്തിലും സന്തോഷവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ലഭിക്കുന്നതാണ്. 12 ചൊവ്വയും കേതുവും നിൽക്കിയാൽ അധിക ചിലവ്, നേത്രരോഗം എന്നീ ദോഷഫലങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കന്നിരാശിക്കാരിൽ ദോഷഫലങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ ബലമില്ലാതെ കണ്ടാൽ കേതുവിന് ഗണപതി ഹോമവും, ചൊവ്വയ്ക്ക് മുരുകക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകവും, ശനിക്ക് ശനീശ്വര ക്ഷേത്രത്തിൽ നീലാഞ്ജനവും നെയ്വിളക്കും, ചന്ദ്രന് ദുർഗാ ക്ഷേത്രത്തിൽ ദുർഗാപൂജയും നടത്തേണ്ടതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്രയുടെ അവസാനത്തെ പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് തുലാം രാശി. തുലാം രാശിയുടെ രാശ്യാധിപൻ 8 സ്വക്ഷേത്രത്തിൽ നിൽക്കിയാൽ ഗൃഹോപകരണങ്ങൾ വാങ്ങുക, സ്ത്രീകൾ നിമിത്തമായി അധിക നേട്ടം, സാമ്പത്തിക പുരോഗതി. 4 ചന്ദ്രൻ നിൽക്കിയാൽ വെള്ളത്തിൽ നിന്ന് ഭയം, ഉറക്കക്കുറവ് എന്നീ അനിഷ്ടഫലവും. 5 രാഹു നിൽക്കുന്നതിനാൽ പുത്രവിരഹം, മനോദുഃഖം. 6 ശനി നിൽക്കിയാൽ രോഗ ശത്രുക്കൾക്ക് നാശവും അർത്ഥലാഭവും ഫലം. 8 ആദിത്യനും വ്യാഴവും നിൽക്കുന്നത് മൂലം ദീനത, ആപത്ത്, ധനലാഭം, എല്ലാ കാര്യങ്ങളിലും നിപുണത, ധർമ്മം ചെയ്യാൻ ഇടവരിക. 10 ബുധൻ നിൽക്കിയാൽ ബഹുവിധത്തിൽ സാമ്പത്തികമായി പലവിധ പുരോഗതി. 11 കേതു കുജനും നിൽക്കിയാൽ വലിയ സാമ്പത്തിക നേട്ടം എന്നീ ഫലങ്ങൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. തുലാം രാശിക്കാരിൽ ദോഷ ഫലങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ ബലമില്ലാതെ കണ്ടാൽ ആദിത്യന് ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ദുർഗാദേവിക്ക് ഐശ്വര്യ വിളക്ക് എന്നിവ ചെയ്താൽ തുലാം രാശിക്കാർക്കും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും കേട്ടയും ചേരുന്ന 3 നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിയുടെ അധിപൻ 10 നിൽക്കിയാൽ പല വിധത്തിൽ അർത്ഥനാശം, കർമ്മവിഘ്നം. 3 ചന്ദ്രൻ നിൽക്കുന്നത് മൂലം സർവൈശ്വര്യവും ദേഹത്തിനും ബുദ്ധിക്കും ഉന്മേഷവും. 4 രാഹു സ്ഥിതി ചെയ്യുന്നത് മൂലം കാലസർപ്പദോഷം ഉണ്ടാകുന്നതാണ്. സുഖത്തിന് നാശം സംഭവിക്കും, കാര്യവിഘ്നം, കലഹം എന്നീ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. 5 ശനി നിൽക്കിയാൽ പുത്രക്ലേശം, ബുദ്ധിമാന്ദ്യം എന്നീ ദോഷഫലങ്ങളും. 7 ശുക്രൻ നിൽക്കിയാൽ സ്ത്രീകൾ മൂലം പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടവരിക. 8 രവിയും ഗുരുവും മേലധികാരികളുടെ വെറുപ്പ്, ഭയം, കഠിന ദുഃഖം, രോഗം, ദുരിതം എന്നിവയും. 9 ബുധൻ പല രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. 10 കേതുവും ചൊവ്വയും സർപ്പദോഷം, പ്രവൃത്തി പരാജയം, ധനത്തിന് അധിക ചെലവുണ്ടാക്കുക ഇത്യാദി ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. വൃശ്ചിക രാശിക്കാരിൽ ദോഷഫലങ്ങൾ ഉളവാക്കുന്ന ഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ ബലം ഇല്ലാതെ വന്നാൽ കേതുവിന് ഗണപതി ഹോമവും, ത്രിമന്ദിരവും, മുരുകന് ചൊവ്വയുടെ അധിപനായ മുരുകന് പാലഭിഷേകവും, ശുക്രന്
മഹാലക്ഷ്മി ശുക്രന്റെ അധിപനായ മഹാലക്ഷ്മി പൂജയും ശനീശ്വരന് നെയ്വിളക്കും നടത്തുക. നാഗരാജാവിന് നാഗരൂട്ട്, ശിവന് മഹാമൃത്യുഞ്ജയ ഹോമം, മഹാവിഷ്ണുവിന് മുഖക്കാപ്പ് എന്നിവ നടത്തിയാൽ വൃശ്ചിക രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേരുന്നതാണ് ധനുരാശി. ധനുരാശിയുടെ അധിപനായ വ്യാഴം 7-ൽ സ്ഥിതി ചെയ്യുക മൂലം ബുദ്ധിക്കും വാക്കിനും നിപുണത, ധനസമൃദ്ധി, മംഗളകാര്യങ്ങൾ നടത്താൻ ഇടവരിക, ഭവന നിർമ്മാണം എന്നീ സൽഫലവും. 2-ൽ ചന്ദ്രൻ ധനനേട്ടം, കർമ്മ ക്ലേശം. 3-ൽ രാഹു വാഹനം, സമ്പത്ത്, ആരോഗ്യം, അഭീഷ്ടസിദ്ധി എന്നിവയും. 4-ലെ ശനി കണ്ടകത്തിൽ നിൽക്കയാൽ കലഹം, അലച്ചിൽ എന്നീ ദോഷഫലവും. 6-ൽ ശുക്രൻ നിൽക്കയാൽ ശത്രുക്കൾ കുറയുക. 7-ൽ ആദിത്യനും വ്യാഴവും നിൽക്കയാൽ ഉദരപീഡ. വ്യാഴത്തിനെ കൊണ്ട് 7-ൽ നിൽക്കുന്ന വ്യാഴം സർവ ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. 8-ലെ ബുധൻ സർവ കാര്യ വിജയം, പുത്രസുഖം, വസ്ത്രാഭരണ നേട്ടം എന്നിവയും. 9-ലെ കുജനും കേതുവും സാമ്പത്തിക അധിക ചെലവ് കൂട്ടുക എന്നീ ദോഷഫലവും പ്രദാനം ചെയ്യുന്നതാണ്. ധനുരാശിക്കാർക്ക് ദോഷഫലങ്ങൾ ഉളവാക്കുന്ന ഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ ബലമില്ലാതെ കണ്ടാൽ ശുക്രന് മഹാലക്ഷ്മി പൂജയും, ശനിക്ക് ശനീശ്വര നീലാഞ്ജനവും നെയ്വിളക്കും, കേതുവിനെ കൊണ്ട് ഗണപതിക്ക് കരകഹോമവും, ചൊവ്വയെ കൊണ്ട് മുരുകന് പഞ്ചാമൃതവും ചെയ്താൽ ധനുരാശിക്കാർക്ക് എല്ലാവിധ ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ അരഭാഗവും ചേരുന്നതാണ് മകരം രാശി. മകരം രാശിയുടെ അധിപനായ ശനി 3-ൽ സ്ഥിതി ചെയ്യുക മൂലം ആരോഗ്യം, അഭീഷ്ടസിദ്ധി, കൃഷി, ധാന്യവർദ്ധനവ് എന്നീ സൽഫലവും. 1-ൽ മകരത്തിൽ ചന്ദ്രൻ നിൽക്കയാൽ ശയനസുഖവും പുതുവസ്ത്രവും ഭോജനസുഖവും ഫലം. 2-ൽ രാഹു നിൽക്കുക മൂലം കുടുംബകലഹം, കളവ്, അസത്യം പറയൽ എന്നീ ദോഷഫലവും. 5-ൽ ശുക്രൻ നിൽക്കയാൽ അർത്ഥ വൃത്താദികളെ കൊണ്ട് സുഖവും സർവത്ര സന്തോഷവും ഫലം. 6-ൽ ആദിത്യനെ കൊണ്ട് അർത്ഥലാഭവും ശത്രു വിനാശവും സുഖവും ഫലം. 6-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം സുഖഹാനിയും. 7-ലെ ബുധന്റെ സ്ഥിതി മൂലം കളത്രദുരിതവും നിരുത്സാഹം എന്നീ ഫലവും. 8-മത്തിൽ ചൊവ്വയും കേതുവും മൂലം ദേഹക്ഷതം, രക്തസ്രാവം, മാനഭംഗം, അധിക്ഷേപം എന്നീ ദോഷഫലങ്ങളും അനുഭവിക്കുന്ന അനുഭവം. മകരം രാശിക്കാർക്ക് ജാതകത്തിൽ ദോഷഫലങ്ങൾ ഉളവാക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലമില്ലാതെ കണ്ടാൽ ചൊവ്വയ്ക്ക് മുരുകക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃതം, കേതുവിനെ കൊണ്ട് ഉള്ള ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കർഗമാല, ത്രിമധുരം, വിളക്ക്, സർപ്പ ദേവതയ്ക്ക് പരിഹാരമായി നൂറും പാലും, ശുക്രന് പരിഹാരമായി മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ലക്ഷ്മി പൂജ, മഹാവിഷ്ണുവിന് പാൽപ്പായസം എന്നിവ നടത്തിയാൽ മകരം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ അരയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് കുംഭം രാശി. കുംഭം രാശിയുടെ അധിപൻ 2-ൽ നിൽക്കയാൽ കുടുംബകലഹം,
മോഷണം, കളവ് എന്നീ ഫലവും. 4 ശുക്രൻ നിൽക്കിയാൽ മഹാലക്ഷ്മി യോഗം, സർവത്ര ഗുണാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കും. ബന്ധു സമാഗമം, സാമ്പത്തിക നേട്ടം. 5 ആദിത്യൻ രോഗപീഠ. 5 വ്യാഴം അർത്ഥലാഭം, സ്വർണം, രത്നം നേട്ടം, പുത്രഗുണം, പുത്തൻ ഭവനം എന്നീ ഫലവും. 6 നിൽക്കുന്ന ബുധനെക്കൊണ്ട് സർവകാര്യ വിജയവും സ്ഥാനപ്രാപ്തിയും. 7 കേതുവും കുജനെയും കൊണ്ട് നേത്രരോഗം, കലഹം, ശത്രുപീഡ, സ്ഥാനചലനം എന്നീ ദോഷഫലവും. 12 ചന്ദ്രനെ കൊണ്ട് ധനനാശവും ദേഹ ദുരിതവും ഫലം. കുംഭം രാശിക്കാരുടെ ഗ്രഹനിലയിൽ ദോഷഫലങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലം ഇല്ലാതെ കണ്ടാൽ ആദിത്യന് ശിവക്ഷേത്രത്തിൽ കൂളമാലയും എണ്ണ, തിരി എന്നിവയും, ചന്ദ്രന് ബലമില്ലാതെ കണ്ടാൽ ദുർഗാ ക്ഷേത്രത്തിൽ ഐശ്വര്യ പൂജ നടത്തുക. കേതുവിന് ബലമില്ലാതെ കണ്ടാൽ ഗണപതിക്ക് അഷ്ടദ്രവ്യ ഹോമം നടത്തുക. ചൊവ്വയ്ക്ക് ജാതകത്തിൽ ബലമില്ലാതെ കണ്ടാൽ മുരുകക്ഷേത്രത്തിൽ പഞ്ചാമൃതം, തെറ്റിമാല എന്നിവ നൽകിയാൽ കുംഭം രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് മീനം രാശിയാണ്. പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനം രാശി. മീനം രാശിയുടെ അധിപനായ വ്യാഴം 4 നിൽക്കിയാൽ ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ദുഃഖം, സുഖഹാനി എന്നിവ അനുഭവപ്പെടും. 7ാണ്ട ശനി ആയതിനാൽ വിഷ അഗ്നിയിൽ നിന്ന് ഭയവും, യാത്ര, ധനനാശം, പലവിധ ആപത്ത് എന്നീ ഫലവും. 3 ശുക്രൻ നിൽക്കിയാൽ പദവിക്ക് നാശം, അർത്ഥനാശം എന്നീ ഫലവും. 4 ആദിത്യൻ രോഗപീഠയും. 4 വ്യാഴം ബന്ധുക്കളോട് കലഹം, രോഗം, ദുരിതം, സുഖഹാനി എന്നീ ദോഷഫലവും. 5 ബുധൻ വാക്കിന് നിപുണതയും വിജയവും സ്ഥാന നേട്ടവും പ്രദാനം ചെയ്യുന്നു. 6 ചൊവ്വയും കേതുവും സ്ഥിതി ചെയ്യുക മൂലം സ്വർണലാഭം, ശത്രുനാശം, അർത്ഥലാഭം. 11 ചന്ദ്രൻ നിൽക്കിയാൽ ബന്ധുജനങ്ങൾ സമാഗമം, മേലധികാരികളിൽ നിന്ന് നേട്ടവും. 12 രാഹുവിനെ കൊണ്ട് രോഗവും, ദുരിതം, അർത്ഥനാശം എന്നീ ദോഷഫലങ്ങളും അനുഭവിക്കാൻ ഇടവരുന്നതാണ്. മീനം രാശിക്കാരിൽ ദോഷഫലങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലമില്ലാതെ കണ്ടാൽ രാഹുവിനെ നാഗരൂട്ടും, പുള്ളുവൻ പാട്ടും. ആദിത്യന് ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, പിൻവിളക്ക്. ശനിക്ക് ശനീശ്വര ക്ഷേത്രത്തിൽ നീലാഞ്ജനം, നെയ്വിളക്ക് എന്നിവ നടത്തിയാൽ മീനം രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. 27 നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന് പരിശോധിക്കാം. ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ തിരുവാതിര, ചോതി, രേവതി, ചിത്തിര, മകേരം, വിശാഖം, പുണർദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്നത്. ഇവർക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതാണ്. ഇവരിൽ ചിലർക്കിന്ന് ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ്. ഇവരെ കൂടാതെ പൂരുരുട്ടാതി, അവിട്ടം, മകം, മൂലം, പൂരം, പൂരാടം, ഭരണി എന്നീ നക്ഷത്രക്കാർക്കും ചെറിയ രീതിയിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാരിൽ മേൽ പ്രസ്താവിച്ച നാളുകാർ അവർ ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ ലഗ്ന ചന്ദ്രാൽ കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നവർക്കാണ് ഇന്ന് വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കുക. അല്ലാത്തവർ ദോഷപരിഹാരങ്ങൾ ചെയ്താൽ അവർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.